എഴുത്തുകാരൻ എപ്പോഴും സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണമെന്ന് കഥാകാരൻ യു.കെ. കുമാരൻ. മില്ലറ്റ് പ്രചാരകനും പ്രഭാഷകനുമായ വടേക്കണ്ടി നാരായണൻ രചിച്ച ചെറുധാന്യ പെരുമ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേമഞ്ചേരി യു.പി. സ്കൂളിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. കഥാകാരൻ യു.കെ. കുമാരനിൽ നിന്നും ബിനീഷ് ചേമഞ്ചേരി പുസ്തകം ഏറ്റുവാങ്ങി. ഏറ്റവും നല്ല രചനയായി മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് പോലും അത് പ്രവചിക്കാൻ സാധിക്കില്ല. നമ്മുടെ രചനയെക്കുറിച്ചുള്ള ഒരു പ്രവചനവും നടത്തുവാൻ എഴുത്തുകാരൻ ഒരിക്കൽ പോലും സാധിക്കില്ല. എഴുത്തുകാരൻ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം വളരെ സത്യസന്ധമായ രീതിയിൽ രചന നിർവഹിക്കുന്നത് മാത്രമാണ്. അവിടെ എല്ലായ്പ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്വയം നവീകരിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ. വടേക്കണ്ടി നാരായണന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ചെറുധാന്യ പെരുമ. 9 മില്ലറ്റുകളിലെയും സൂക്ഷ്മ ഘടകങ്ങളെക്കുറിച്ചുള്ള വിവരണം, ഓരോന്നിന്റെയും ആരോഗ്യ, ഔഷധ, രോഗശമന ഗുണങ്ങൾ, ഉപയോഗരീതി, മില്ലറ്റ് കൃഷി, കേരളത്തിലെ സാമൂഹ്യ ആരോഗ്യത്തിന്റെ ഭീതിതമായ അവസ്ഥ, ജീവിതശൈലി രോഗങ്ങളെ തരണം ചെയ്യാൻ ചെറുധാന്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം തുടങ്ങിയവയാണ് പുസ്തകത്തിലെ പ്രതിപാദ്യം. മില്ലറ്റ് പ്രചരണത്തിനായി വടേക്കണ്ടി നാരായണൻ ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ, മില്ലറ്റ് സോങ് എന്നിവ രചിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകനായി വിരമിച്ച വടേക്കണ്ടി നാരായണൻ പരിസ്ഥിതി പ്രവർത്തനത്തിന് സർക്കാരിന്റെ വനമിത്ര പുരസ്കാരവും ദേശീയ അധ്യാപക ഇന്നവേഷൻ പുരസ്കാരവും നേടിയിട്ടുണ്ട്. അബു ഇരിങ്ങാട്ടിരി അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരായ ഹംസ ആലുങ്ങൽ, ഹക്കീം ചോലയിൽ, മുഖ്താർ ഉദരംപൊയിൽ, മുനീർ അഗ്രഗാമി, നൌഫൽ പനങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. പേരക്ക ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ 80 വയസ്സ് കഴിഞ്ഞ പൗരപ്രമുഖരെ ആദരിച്ച് മലബാർ